സംഘപരിവാർ സംഘടനകളെ തീവ്രവാദ പ്രസ്ഥാനങ്ങളായി പ്രഖ്യാപിക്കണം. മോഹൻ ഭാഗവതിനെയും മിലിന്ദ് പാരണ്ടയെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ് മുൻ RSS പ്രവർത്തകൻ യശ്വന്ത് സഹദേവ് ഷിൻഡെ. പാകിസ്ഥാനിലെ രഹസ്യ ഓപ്പറേഷനുകൾക്കും ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാവുന്ന ബോംബ് സ്ഫോടനങ്ങൾക്കും തനിക്ക് പരിശീലനം ലഭിച്ചതായി നേരത്തെ നൽകിയ നിരവധി അഭിമുഖങ്ങളിൽ ഷിൻഡെ വെളിപ്പെടുത്തിയിരുന്നു. RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ എന്നീ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായാണ് മുൻ RSS പ്രവർത്തകൻ യശ്വന്ത് സഹദേവ് ഷിൻഡെ രംഗത്തെത്തിയിരിക്കുന്നത്. കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയാങ്ക് ഖാർഗെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് അയച്ച കത്തിലാണ് ഷിൻഡെ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. 2000കളുടെ തുടക്കത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുണ്ടെന്നാരോപിച്ച് RSS തലവൻ മോഹൻ ഭാഗവത്, മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാർ, VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരന്തെ തുടങ്ങിയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് ആദ്യമാഴ്ച ഈ കത്ത് സംഘപരിവാർ സംഘടനകൾക്കെതിരെയുള്ള ഷിൻഡെയുടെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ നീക്കമാണ്. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്ന ഷിൻഡെ ബോംബ് നിർമ്മാണത്തിലും പരിശീലന സംഘത്തിലും ചേരാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘടന വിട്ടതെന്ന് അവകാശപ്പെടുന്നു. 2022 ഓഗസ്റ്റിൽ മഹാരാഷ്ട്രയിലെ നന്ദേഡ് സ്പെഷ്യൽ CBI കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മിലിന്ദ് പരന്തെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത രാജ്യവ്യാപക ബോംബ് സ്ഫോടന ആസൂത്രണ യോഗങ്ങളിൽ താൻ പങ്കാളിയായിരുന്നുവെന്ന് ഷിൻഡെ വെളിപ്പെടുത്തിയിരുന്നു. 2003 പരന്തെയുടെ മേൽനോട്ടത്തിൽ താൻ ഉൾപ്പെടെ 20ഓളം പേർക്ക് ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. 2006 ഏപ്രിലിൽ നന്ദേഡിൽ RSS പ്രവർത്തകനായ ലക്ഷ്മൺ രാജ് കൊണ്ടവാറിന്റെ വീട്ടിലുണ്ടായ ബോംബ് സ്ഫോടന കേസിന്റെ വിചാരണ വേളയിലാണ് ഷിൻഡെ ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. നന്ദേഡ് സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെ സംഭവിച്ചതാണെന്നും ഔറംഗാബാദിലെ പള്ളി ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കമെന്നും CBI കണ്ടെത്തിയിരുന്നു. കേസിലെ സാക്ഷിയാകാൻ ഷിൻഡെ അപേക്ഷിച്ചുവെങ്കിലും വിഷയം പരിഗണിച്ച ജഡ്ജി AR ഡമേച്ച പെട്ടെന്ന് സ്ഥലം മാറ്റപ്പെടുകയും തുടർന്ന് വന്ന പുതിയ ജഡ്ജി ഷിൻഡെയുടെ അപേക്ഷ തള്ളുകയുമായിരുന്നു. തുടർന്ന് 2025 ജനുവരി 4 നന്ദേഡ് കേസിൽ ആരോപണ വിധേയരായ 9 പേരെയും കോടതി വെറുതെ വിട്ടു. മുസ്ലിങ്ങളുടെ മേൽ കുറ്റം ചുമത്താൻ ലക്ഷ്യമിട്ട് ജൽന, പൂർണ, പർഭാനി എന്നിവിടങ്ങളിലെ പള്ളികളിൽ സ്ഫോടനം നടത്താൻ തങ്ങളെ സജ്ജരാക്കിയതായി വിവിധ അഭിമുഖങ്ങളിൽ ഷിൻഡെ തുറന്നു പറഞ്ഞിരുന്നു. ആരംഭത്തിൽ ചില വിവരങ്ങൾ CBIക്ക് തെളിവുകൾ ലഭിച്ചിരുന്നെങ്കിലും BJP സർക്കാരിന്റെ കാലത്ത് കോടതികളിൽ വന്നപ്പോൾ ഈ കേസുകളിലെല്ലാം പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുകയാണ് ഉണ്ടായത്. അതേസമയം കഴിഞ്ഞ 4 വർഷമായി ഷിൻഡെ ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് RSSോ VHPയോ പ്രതികരിച്ചിട്ടില്ല. നന്ദേഡ് കേസിൽ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ അത് കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരണമാണെന്നാണ് VHP വിശേഷിപ്പിച്ചത്. അമേരിക്കയിലെ കൂക്ലസ് ക്ലാൻ പോലുള്ള വംശീയ അക്രമ ഗ്രൂപ്പുകളുമായി RSSനെ ഉപമിക്കാനാവില്ലെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയും വ്യക്തമാക്കിയിരുന്നു. സമീപകാലത്തായി RSSനെതിരെ കടുത്ത നിലപാടുകളുമായി രംഗത്തുള്ള വ്യക്തിയാണ് കർണാടക മന്ത്രി പ്രിയാങ്ക് ഖാർഗെ. RSSന്റെ സാമ്പത്തിക സ്രോതസ്, ഭരണഘടന, നിയമപരമായ പദവി എന്നിവ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻ ഭാഗവതിന് അദ്ദേഹം തുറന്ന കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷിൻഡെ തന്റെ മുൻ കോടതി വെളിപ്പെടുത്തലുകൾ ഉദ്ധരിച്ച് ഖാർഗെക്ക് വീണ്ടും കത്തയച്ചിരിക്കുന്നത്. അജ്മീർ ദർഗാ സ്ഫോടനത്തിൽ ഇന്ദ്രേഷ് കുമാറിനുള്ള പങ്ക്, മാലേഗാവ് സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് വെറുതെ വിടുകയും ചെയ്ത കേണൽ പ്രസാദ് പുരോഹിത്, പ്രഗ്യാ സിംഗ് താക്കൂർ എന്നിവരുടെ ഇടപെടലുകൾ തുടങ്ങി 1998 പൊഖ്റാൻ പരീക്ഷണം, കാർഗിൽ യുദ്ധം, 2002 ഗുജറാത്ത് കലാപം, 2019 പുൽവാമ ആക്രമണം, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ എന്നിവയിൽ വരെ BJP RSS നേതാക്കളുടെ പങ്കിനെ കുറിച്ച് കടുത്ത ആരോപണങ്ങളാണ് ഷിൻഡെ ഉന്നയിക്കുന്നത്. RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഉയരുന്ന ഇത്തരം ആരോപണങ്ങൾ വീണ്ടും ഒരു പ്രധാന ചോദ്യമാണ് ഉയർത്തുന്നത്. രാജ്യത്ത് ഏതെങ്കിലും സംഘടനയോ വ്യക്തിയോ നിയമത്തിന് മുകളിലാണോ? യശ്വന്ത് സഹദേവ് ഷിൻഡെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. ബോംബ് നിർമ്മാണ പരിശീലനം, സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യൽ, ന്യൂനപക്ഷങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനായി ആക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതികൾ തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുള്ളത്.
ഈ ആരോപണങ്ങളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയരേണ്ടത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സംഘടനയുടെ വലിപ്പമോ രാഷ്ട്രീയ സ്വാധീനമോ നോക്കിയല്ല അന്വേഷണം നടക്കേണ്ടത്. ആരോപണം നേരിടുന്നവർ ആരായാലും, അവർ സാധാരണ പൗരന്മാരായാലും രാഷ്ട്രീയ നേതാക്കളായാലും സംഘടനാ ഭാരവാഹികളായാലും നിയമത്തിന്റെ മുന്നിൽ ഒരേ മാനദണ്ഡം ബാധകമാകണം. ഒരു വ്യക്തിയോ സംഘടനയോ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി അക്രമത്തെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെതിരെ ഒരേ ശക്തിയോടെ നിയമം പ്രവർത്തിക്കണം. മുസ്ലിങ്ങളെ കുറ്റക്കാരാക്കാൻ ഹിന്ദുത്വ സംഘടനകൾ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തുവെന്ന ആരോപണം സത്യമാണെങ്കിൽ അത് അതീവ ഗുരുതര കുറ്റമാണ്. അതുപോലെ തന്നെ തെളിവില്ലാതെ ഏതെങ്കിലും സംഘടനയെ ഭീകര സംഘടനയായി മുദ്ര കുത്തുന്നതും ജനാധിപത്യപരമായ സമീപനമല്ല. RSS ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള സാമൂഹിക രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ അതും അന്വേഷണത്തിലൂടെ വ്യക്തമായി പറയണം. പ്രശ്നം ഒരു സംഘടനയെ മാത്രം വിമർശിക്കുന്നതിലോ പിന്തുണയ്ക്കുന്നതിലോ ഒതുങ്ങുന്നില്ല. രാജ്യത്തിന്റെ സുരക്ഷയും അന്വേഷണ സംവിധാനങ്ങളും വിശ്വാസ്യതയും ഭരണഘടനാ മൂല്യങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. രാഷ്ട്രീയ ബന്ധം നോക്കി കുറ്റക്കാരെ സംരക്ഷിക്കുകയും മതപരമായ തിരിച്ചറിയൽ നോക്കി നിരപരാധികളെ പ്രതികളാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ബോംബ് സ്ഫോടനം നടത്തിയവൻ ആരായാലും കുറ്റവാളിയാണ്. നിരപരാധിയെ പ്രതിയാക്കുന്നവനും കുറ്റക്കാരനാണ്. അതിനാൽ ഷിൻഡെയുടെ ആരോപണങ്ങൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പുനഃപരിശോധിക്കണം. അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടലിന് ഇട നൽകാതെ ആവശ്യമായിടത്ത് സ്വതന്ത്ര അന്വേഷണം നടത്തണം. കാരണം ഒടുവിൽ ചോദിക്കേണ്ടത് ഇതാണ്: രാജ്യം സംരക്ഷിക്കേണ്ടത് സംഘടനകളെയാണോ അതോ ഭരണഘടനയെയും നിയമത്തെയും പൗരന്മാരെയുമാണോ? ഉത്തരം വ്യക്തമാണ്. സംഘടനകൾ വരും പോകും, രാഷ്ട്രീയ അധികാരങ്ങൾ മാറും, പക്ഷേ ഭരണഘടനയും നിയമവാഴ്ചയും നിലനിൽക്കണം. അതിനാൽ ആർക്കെതിരെ ആരോപണം ഉയർന്നാലും സത്യത്തെ പുറത്തു കൊണ്ടുവരികയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും നിരപരാധികളെ സംരക്ഷിക്കുകയും ചെയ്യുക, അതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. ഒരു സംഘടനയുടെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് മതത്തിന്റെയും ദേശീയതയുടെയും പേരിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന സംഘടനകളോട് കൂടുതൽ ഉത്തരവാദിത്വം ആവശ്യപ്പെടേണ്ടതുണ്ട്. RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകളെ കുറിച്ച് വിമർശനങ്ങൾ ഉയരുമ്പോഴൊക്കെ അതിനെ രാഷ്ട്രീയ ഗൂഢാലോചനയായി തള്ളിക്കളയുന്നതിന് പകരം ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഭീകരവാദത്തിന് മതമില്ല, രാഷ്ട്രീയ നിറമില്ല. ബോംബ് പൊട്ടിക്കുന്ന കൈ ഏത് ആശയധാരയുടേതായാലും അതിന്റെ ഇരകൾ മനുഷ്യരാണ്. ഒരു സമൂഹത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യം പുറത്തു വരണം. അതേസമയം തെളിവുകളില്ലാത്ത ആരോപണങ്ങളെ പ്രചാരണായുധമാക്കുന്നതും ഒഴിവാക്കണം. ആരോപണങ്ങൾക്ക് മറുപടി നൽകാനും തെളിവുകൾ പരിശോധിക്കാനും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനും ബന്ധപ്പെട്ട സംഘടനകൾക്കും നേതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമില്ല, പരിശോധനയ്ക്ക് അതീതമായ സംഘടനയുമില്ല.